കേസിൽ പ്രതിയായ അന്നു മുതൽ ശങ്കർദാസ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. പക്ഷാഘാതമാണ് പക്ഷാഘാതം പിടിപെട്ടത് കൊണ്ടാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന റിപ്പോർട്ടുകൾ. ഇത് സാധൂകരിക്കാൻ വേണ്ടി ആശുപത്രിയിലുള്ള ചില ചിത്രങ്ങളും ഇന്ന് ഹൈക്കോടതിയുടെ മുന്നിൽ അന്വേഷണ സംഘം ഹാജരാക്കി. എന്നാൽ ഇതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് ഹൈക്കോടതി വിമർശിച്ചത്. എങ്ങനെയാണ് കേരളത്തിൽ ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുക? ഇത്രയും ഗുരുതരമായ ഒരു കേസിലെ പ്രതിസ്ഥാനത്തുള്ള ആളിനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യാനോ അയാളുടെ അടുത്തേക്ക് എത്താനോ അന്വേഷണ സംഘത്തിന് കഴിയുന്നില്ല? ഇതിലെവിടെയാണ് ജനങ്ങൾ വിശ്വാസം അർപ്പിക്കുക? എങ്ങനെയാണ് ഒരു അന്വേഷണത്തെ നേരായ രീതിയിൽ അന്വേഷണ സംഘത്തിന് കൊണ്ടുപോകാൻ കഴിയുക? നിലവിൽ കേസിൽ 11ഓളം പേരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൽ നിർണായക പ്രതിസ്ഥാനത്തുള്ള ആളാണ് മുൻ ദേവസ്വം ബോർഡ് അംഗം കൂടിയായ KP ശങ്കർദാസ്. ദേവസ്വം ബോർഡ് അംഗം മാത്രമല്ല, അദ്ദേഹത്തിന്റെ മകൻ കേരളത്തിലെ ഒരു ഉന്നത IG റാങ്കിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥൻ കൂടിയാണ്. അപ്പോൾ ഇടതുപക്ഷവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് KP ശങ്കർദാസ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൂടാതെ കേരളത്തിൽ ഇപ്പോൾ സർവീസിലുള്ള ഒരു IPS ഉദ്യോഗസ്ഥന്റെ പിതാവാണ് എന്നുള്ളത് മറ്റൊരു കാര്യം.